ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ്. ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ഒരു കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ താല്പര്യമാണ്. എങ്കിൽ പിന്നെ ഇന്നത്തെ വീഡിയോ ഒരു കഥയായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. തിരുപ്പതി ഈ പേര് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? അളവറ്റ സമ്പത്തും ആഡംബരവും. ഒരു പ്രാവശ്യം ഒന്ന് കൺകുളിർക്കെ കാണുന്നതിന് മണിക്കൂറുകളുടെ ക്യൂ, ദിവസവും നിറഞ്ഞു കവിയുന്ന ഭണ്ഡാരങ്ങൾ, എണ്ണിയാൽ ഒതുങ്ങാത്ത ചില്ലറ പൈസയുടെ കൂമ്പാരങ്ങൾ. ഇതിനെയൊക്കെ പറ്റി മഹാജ്ഞാനികൾ, തത്വചിന്തകർ എന്നിങ്ങനെ അറിയപ്പെടുന്നവരുടെ വിമർശന ശരങ്ങൾ. ഇതൊന്നുമല്ലാതെ ശരിക്കും അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ളവർ നമ്മുടെ നാട്ടിൽ എത്ര പേരുണ്ടാവും? ഈ മഹാസമ്പത്തിലും അദ്ദേഹത്തിന് നൈവേദ്യം സ്വർണ്ണപാത്രത്തിലോ വെള്ളിപ്പാത്രത്തിലോ ഒന്നുമല്ല, മറിച്ച് ഉടച്ച ഒരു മൺചട്ടിയുടെ ഒരു കഷ്ണത്തിൽ ഒരു ഇത്തിരിയോളം തൈരൊഴിച്ച കഞ്ഞിയാണെന്ന് അറിയുമ്പോൾ അതിശയമാവും. ഇതിൻ്റെ പിന്നിൽ ഒരു മഹാഭക്തൻ്റെ കഥയുണ്ട്. ഇന്ന് തിരുമല ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് തൊണ്ടമണ്ഡലം എന്നായിരുന്നു. ഈ നാട്ടുരാജ്യത്തിലെ രാജാവായിരുന്നു തൊണ്ടമാൻ. അദ്ദേഹം ദിവസവും രാവിലെ സുപ്രഭാത സേവയും രാത്രി ശയനസേവയും നിർബന്ധമായും ദർശിച്ചു പോന്നു. രാത്രി അദ്ദേഹത്തിൻ്റെ വക ഭഗവാന് സുവർണ പുഷ്പാർച്ചനയും പതിവുണ്ട്. ഇങ്ങനെയിരിക്കുന്ന കാലത്ത് ഒരു ദിവസം താൻ രാത്രി അർച്ചന ചെയ്ത സുവർണ പുഷ്പങ്ങൾ ഗർഭഗൃഹത്തിന് വെളിയിൽ കിടക്കുന്നതായും തൽസ്ഥാനത്ത് മണ്ണുകൊണ്ടുണ്ടാക്കിയ പുഷ്പങ്ങൾ ഇരിക്കുന്നതായും കണ്ടു. ആശ്ചര്യചകിതനായ രാജാവ് ഇതിൻ്റെ രഹസ്യം കണ്ടുപിടിക്കുന്നതിനായി ഭഗവാനെ തന്നെ ആശ്രയിക്കുകയും അദ്ദേഹം രാജാവിനോട് തൻ്റെ രാജ്യ അതിർത്തിയിലുള്ള ഒരു സ്ഥലത്ത് വരുന്നതിനായി ആജ്ഞാപിക്കുകയും ചെയ്തു. രാജാവ് ഉടൻ അവിടെ നിന്ന് പുറപ്പെട്ട് ആ സ്ഥലത്തെത്തുകയും അവിടെ മണ്ണുകൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു കുശവൻ്റെ കുടിൽ കാണുകയും ചെയ്തു. രാജാവിനെയും പരിവാരങ്ങളെയും കണ്ട് ഭയപ്പെട്ട കുശവൻ അദ്ദേഹത്തോട് അവിടെ വരുന്നതിനുണ്ടായ കാരണം അന്വേഷിക്കുകയും അതിനുത്തരമായി രാജാവ് അവിടെ ഒരു മൂലയിലിരിക്കുന്ന വെങ്കടേശ്വര പെരുമാളുടെ പ്രതിമയും ആ പ്രതിമയുടെ കാൽക്കീഴിൽ കിടക്കുന്ന മൺപൂക്കളെയും കാണിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു. താൻ എന്തോ മഹാ അപരാധം ചെയ്തെന്ന് പേടിച്ച് ആ കുശവൻ അത് താൻ ആരാധിക്കുന്ന മൂർത്തിയാണെന്നും താൻ ദിവസവും മൺപൂക്കൾ കൊണ്ടും അദ്ദേഹത്തെ ആരാധിക്കുന്നതെന്നും ഭയവിഹ്വലനായി രാജാവിനെ അറിയിച്ചു. ഈ സമയത്ത് ഭഗവാൻ അവിടെ പ്രത്യക്ഷനായി. ഹേ രാജൻ, പദാർത്ഥത്തിലല്ല മറിച്ച് ഭക്തിയിലാണ് താൻ പ്രസാദിക്കുന്നത് എന്നും ഈ കുശവൻ സമർപ്പിക്കുന്ന മൺപുഷ്പങ്ങളിലാണ് ഭക്തി കൂടുതലുള്ളത് എന്നും അതുകൊണ്ട് അത് താൻ സ്വീകരിച്ചത് എന്നും രാജാവിനോട് പറയുകയും ചെയ്തു. അതിനുശേഷം ഇതെല്ലാം കണ്ട് സ്തബ്ധനായി നിൽക്കുന്ന ആ കുശവനോടായി ഭഗവാൻ തനിക്ക് വിശക്കുന്നു എന്നും എന്തെങ്കിലും തരണമെന്നും അപേക്ഷിച്ചു. ഇത് കേട്ട കുശവൻ ഭാഗവതത്തിലെ കുചേലൻ്റെ അവസ്ഥയിലായി. ഇത് കണ്ട ഭഗവാൻ തന്നെ അവിടെ ഒരു കലത്തിലിരിക്കുന്ന കഞ്ഞി പൊട്ടിയ ഒരു കലത്തിൻ്റെ കഷ്ണത്തിൽ കോരി കുടിക്കുകയും രാജാവിനോടായി ഇനിമേൽ തനിക്ക് തിരുമലയിൽ നൈവേദ്യം സ്വർണ്ണപാത്രത്തിൽ വേണ്ട എന്നും ഗർഭഗൃഹത്തിനുള്ളിൽ പൊട്ടിച്ച മൺകലത്തിൻ്റെ കഷ്ണത്തിൽ കഞ്ഞി മാത്രമേ പാടുള്ളൂവെന്നും വേറൊരു നൈവേദ്യവും ഗർഭഗൃഹത്തിനുള്ളിൽ പ്രവേശിപ്പിക്കരുതെന്നും കൽപ്പിച്ചു. ഇതേ ആചാരമാണ് ഇന്നും തുടർന്നു പോരുന്നത്. ഈശ്വരൻ്റെ ദൃഷ്ടി എപ്പോഴും ഭക്തിയിലാണ്. ബാഹ്യമായ ആഡംബരങ്ങൾക്കോ ജ്ഞാനത്തിനോ പോലും ഈശ്വരനെ പ്രസാദിപ്പിക്കാൻ കഴിയില്ലെന്ന് സാരം. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? ഏത് സാഹചര്യത്തിലാണേലും ഭക്തിയോടുകൂടി ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ ആ പ്രാർത്ഥന കേൾക്കുമെന്ന്.